വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിരിക്കുന്നു. CPIM രേഖയിൽ 2 വർഷത്തേക്കുള്ള സർക്കാരിന്റെ ഭാവി പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഷ്ടപ്പെട്ട അടിസ്ഥാന വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ഇടപെടലുകൾ ശക്തമാക്കും. കരട് തിരുത്തൽ രേഖ ഞായറാഴ്ച സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, അങ്ങനെ തിരുത്തൽ രേഖയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടുണ്ട്. എങ്ങനെയാകും ഈ തിരുത്തൽ രേഖ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? തിരുത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നേരത്തെ CPIM തീരുമാനിച്ചതാണ്. ഇതിന്റെ കൂടെ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരുത്തൽ രേഖ. ഷഫീദിന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്. ഷഫീദ് ഒന്നുകൂടി PCR ശ്രമിക്കുന്നതായിരിക്കും ഷഫീദിനെ കണക്ട് ചെയ്യാൻ. എന്തായാലും ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ രീതിയിൽ പലയിടങ്ങളിൽ നിന്നും ജില്ലാ നേതൃയോഗങ്ങളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ നേരത്തെ വിമർശനങ്ങൾ ഉയർന്നതാണ്. അതായത് ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നു പാർട്ടി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഇപ്പോൾ അതിനെല്ലാം ഒരു തെറ്റുതിരുത്തൽ എന്ന രീതിയിലാണ് CPIM ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണയായിരിക്കുന്നത്. എന്തായാലും അത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക എന്നൊക്കെ നടപടികളിലേക്കാണ് ഇനി കടക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് എന്ന സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഷഫീദ് നൽകുക. ഷഫീദ്, അപ്പോൾ ഈ തെറ്റുതിരുത്തൽ എങ്ങനെ നടത്തണം എന്നാണ് സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്ന ധാരണ? ഈ അടിസ്ഥാനപരമായി ജനങ്ങളിലേക്ക് ഇറങ്ങുക പാർട്ടി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നേരത്തെ വന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും, കാരണം സർക്കാരിനും പാർട്ടിക്കും ഒരേപോലെ തന്നെയുള്ള മാറ്റം അത് വേണം എന്നുള്ളതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. CPIM രേഖയിൽ 2 വർഷത്തേക്കുള്ള സർക്കാരിന്റെ ഭാവി പദ്ധതികൾ ഉണ്ടാകും. അത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ, അതിനോടൊപ്പം തന്നെ സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങളിലെ നല്ല നടപ്പ് അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ തുടർഭരണം അണികൾക്കിടയിൽ അലസത ഉണ്ടാക്കിയെന്നും നഷ്ടപ്പെട്ട അടിസ്ഥാന വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അഭിപ്രായം ഉയർന്നു. ഇതടക്കമുള്ള വിഷയങ്ങളാണ് തെറ്റുതിരുത്തലായി CPIM നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കരട് തിരുത്തൽ രേഖ ഞായറാഴ്ച സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തെറ്റുതിരുത്തൽ സഭയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി തുടങ്ങിയിരുന്നു. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കുമെന്നൊക്കെ സഭയെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് 2 വർഷത്തേക്കുള്ള തിരുത്തൽ രേഖ അതെങ്ങനെയാകും, ഏത് തരത്തിലാകുമെന്നുള്ളതൊക്കെ നമ്മളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.